പ്രിയപ്പെട്ട ഓർമ്മകളെയും മഹത്തായ ഒരു സുദിനമാണ് പരിശുദ്ധ റമദാനിന്റെ 17 ഇസ്ലാമിലെ ചരിത്ര പ്രസിദ്ധമായ മതയുദ്ധം അവിടുത്തെ സഹാബത്തും യുദ്ധത്തിന്റെ ആയുധ സാമഗ്രികളൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടുള്ള വെറും ഈമാനിന്റെ ശക്തി ഒന്ന് മാത്രം മുൻനിർത്തിക്കൊണ്ട് സ്വന്തത്തേക്കാൾ 2 ഇരട്ടി കൂടുതലും അതിനേക്കാളധികം ആയുധ സജ്ജീകരണങ്ങളുമുള്ള ശബ്ദസുഹൃത്ത് സംഘത്തിനോട് ഈമാൻ എന്ന ആയുധവുമായി മുന്നിട്ടിറങ്ങുകയും പരിശുദ്ധനായ അല്ലാഹുവിന്റെ സഹായം വ്യക്തമായി തന്നെ മുസ്ലിം സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത് ഒരു വമ്പിച്ച വിജയം കൈവരിച്ച സുദിനമാണ് ഇന്ന് ബദർ ദിനം. ഇസ്ലാമിന് മഹത്തായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ദിനങ്ങൾ. വാസ്തവത്തിൽ ബദർ യുദ്ധം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ആഗോള പ്രസ്ഥാനമായ ഈ പരിശുദ്ധ ഇസ്ലാമിന് ഇന്ന് എവിടെയും ഒരു അഡ്രസ്സും ഉണ്ടാകുമായിരുന്നില്ല. സഹാബത്ത് ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായി. ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിരുന്നാലും അല്ലാഹുവിന്റെ കലിമത്ത് അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ തൗഹീദിന്റെ വാക്യം ഈ ലോകത്ത് സ്ഥിരപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന ധാരണയിൽ മുന്നിട്ടിറങ്ങിയ ആ സത്യവിശ്വാസികളായ സഹാബികളാം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് അവന്റെ സഹായം നൽകിയുണ്ടായി. അത് ലോകത്തുള്ള സകല മുഅ്മിനുകൾക്കും ഈ സഹായ വാഗ്ദാനം ബാധകമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. പക്ഷേ ഒരു നിബന്ധന, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്. നാമമാത്ര വിശ്വാസികളായാൽ പോരാ, യഥാർത്ഥ യഖീനുള്ള മുഅ്മിനാണ്, ഉറപ്പുള്ള മുഅ്മിനാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഐഹികവും താന്ത്രികവുമായ വിജയത്തിന്റെ രഹസ്യം ഈമാൻകാര്യത്തിൽ 6ാമതായി എണ്ണിപ്പറഞ്ഞ വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല എന്നതാണ്. ഖൈറും ശർറുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം മാത്രമേ ഈ ലോകത്ത് സംഭവിക്കൂ എന്ന അതുല്യമായ വിശ്വാസം. ഈ വിശ്വാസത്തിലാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് അല്ലാഹുവിന്റെ നിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ ഗുണമോ അല്ലെങ്കിൽ ദോഷമോ സംഭവിക്കുകയുള്ളൂ എന്ന അടിവത്ത വിശ്വാസത്തിൽ അവർ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണ് ബദർ ശുഹദാക്കളെ സംബന്ധിച്ച് മഹാന്മാരായ ഉലമാക്കൾ പാടുകയുണ്ടായി. ആ സഹാബത്ത് അവരുടെ സമ്പത്തുകളൊക്കെ ചെലവഴിച്ചു. അവരുടെ ആത്മാക്കൾ തന്നെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അവർ വിറ്റഴിച്ചു. സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ ജീവനോ അവർക്ക് പ്രശ്നമല്ല. എല്ലാ കടസ്ഥലങ്ങളിലും അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി സമ്പത്തും ജീവനും ബലിയർപ്പിച്ച ബഹുമാനപ്പെട്ട സഹാബത്ത് അതിൽ ശ്രേഷ്ഠവന്മാരാണ് ബഹുമാനപ്പെട്ട ബദർ ശുഹദാക്കൾ.
അവരെ സ്മരിക്കുന്നത് പുണ്യകർമ്മമാണ്. ആശൂറാ ദിനം അഥവാ മുഹറം 10-ാം ദിവസം ലോകമെമ്പാടും അതിനെ സ്മരിക്കുകയും അന്ന് നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ബനൂ ഇസ്രായേലിനെയും ഞാനാണ് പരമേശ്വരൻ എന്ന് വാദിച്ച ഫിർഔനെയും അവന്റെ പട്ടാളത്തിനെ വെളിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവരെ സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത അള്ളാഹുവിന്റെ റഹ്മത്തിനെ അനുഗ്രഹത്തെ സ്മരിച്ചുകൊണ്ടാണ് ലോകാവസാനം വരെയുള്ള ലോകത്തുള്ള സകല മുമ്പലുകളും മുഹറം 10-ന് സ്മരിക്കുകയും അന്ന് നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നതെങ്കിൽ മുഹമ്മദീയ ഉമ്മത്തിന്റെ മഹത്തായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ ഈ ലോകത്തിന് ഖിയാമത്ത് നാൾ വരെ സംസ്ഥാപിതമായ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പും കെട്ടുറപ്പും അതിന്റെ അടിത്തറയും ഈ ലോകത്ത് ഉണ്ടായത് ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ടാണെങ്കിൽ ആ ബദർ ദിനത്തെ സ്മരിക്കേണ്ടത് മുഅ്മിനിന്റെ കടമയാണ്. അതിനെ സ്മരിക്കാത്തവന് ഈമാനികമായ എന്തോ തകരാറുണ്ട് എന്ന് വേണം കരുതുവാൻ. കാരണം ആ ബദർ നടന്നില്ലായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, പടച്ചവനെ ബദർ യുദ്ധകാലത്തിൽ വെച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിച്ചു, റഹ്മാനായ തമ്പുരാനെ ഈ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്റെ കലിമത്ത് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ ഈ ലോകത്തോ കുഞ്ഞിനായി നിനക്ക് കാണാൻ സാധ്യമല്ല. എന്ന് നീ ഇവിടെ സമൂഹത്തെ നശിപ്പിക്കുകയാണെങ്കിൽ, ഈ മുസ്ലിം സമൂഹത്തെ നീ ഇവിടെ വെച്ച് ശത്രുക്കളുടെ മുന്നിൽ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിന്റെ കലിമത്ത് ഉച്ചരിക്കാൻ ഒറ്റ കുഞ്ഞിനെയും നിനക്ക് കാണാൻ സാധ്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥനയ്ക്കിടെ അന്ന് പ്രഖ്യാപിച്ചെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. ആ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ വൻ വിജയം കൊയ്തെടുക്കാൻ നേടിയെടുക്കാൻ കഴിഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് അല്ലാഹുവിന്റെ നാമം ലോകത്തെ പാടും ഉച്ചരിക്കപ്പെടുന്നത്. അപ്പൊ അതിനെ സ്മരിക്കാത്ത മുഅ്മിനിന്റെ മനസ്സിൽ എന്തോ തകരാറുണ്ട്, നിഫാഖുണ്ട്, കാപട്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മുഅ്മിനുകൾക്ക് അത് ആവേശമാണ്, മുഅ്മിനുകൾക്ക് അത് മധുരം നൽകുന്ന ഒരു അവസരമാണ്. ആ സഹാബത്ത് റളിയല്ലാഹു ബദർ ശുഹദാക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രമാണ് ഖുർആനിലൂടെ പഠിപ്പിച്ചതെന്ന് അറിയാമോ? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംബാതാ. ആ ശുഹദാക്കളെ സംബന്ധിച്ച് അവർ കൊല്ലപ്പെട്ടാൽ അവർ മരിച്ചവരാണെന്ന് ഭാവിക്കാൻ പോലും പാടില്ല. വല്ലഹ്യാ എന്നല്ല, അവർ ജീവിച്ചിരിക്കുകയാണ്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട്. ഖുർആനാണ്, ലോകത്ത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഖുർആനായത്. മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ജീവൻ വെടിഞ്ഞ ആളുകൾക്ക്, ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക്, ജീവിച്ചിരിക്കാത്ത ഈ ലോകത്ത് ഒരിക്കലും കാണാനോ കഴിയാത്ത ആ ജഡങ്ങൾ ഇല്ലാത്ത ഒരു വിഭാഗത്തിന്, ആത്മാവില്ലാതെ മരിച്ചുപോയ ആളുകൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ കൂടുതലൊന്നും ബുദ്ധി വേണ്ട ഒരു മുഅ്മിനിന്, അല്ല ഒരു സാധാരണ കേവല സാമാന്യ ബോധമുള്ള മനുഷ്യൻ. അവർക്ക് ഭക്ഷണം നൽകപ്പെടും. അല്ലാഹു തആല അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. ആർക്ക്? ശുഹദാക്കൾക്ക്. ആ ശുഹദാവിനെ സ്മരിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ കടമയല്ലെങ്കിൽ പിന്നെ മുഅ്മിനിന് എന്താണ് കടമയുള്ളത്? അവൻ ഈമാനികമായ വിഭാഗമല്ലെങ്കിൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദിക്റുൽ അംബിയാ ഇബാദ. അംബിയാക്കന്മാരെ അഥവാ പ്രവാചകന്മാരെ സ്മരിക്കുന്നത് ഇബാദത്താണെങ്കിൽ, വദിക്റു സ്വാലിഹീന കഫാറ. സാലിഹീങ്ങളെ ഓർക്കുന്നത് കഫാറത്താണ്, പാപമോചനമാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ബദർ ശുഹദാക്കളെ നാം ഓർക്കുമ്പോൾ മഗ്ഫിറത്തിന്റെ 10-ആകുന്ന 2-ാമത്തെ 10-ൽ നമുക്ക് കൂടുതൽ പുറത്തു കിട്ടാൻ